പസഫിക് സമുദ്രത്തിലേക്ക് ചൈന അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശങ്ങളെ പോലും നേരിട്ട് ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയെ ലക്ഷ്യമാക്കി ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത് എന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക നവീകരണത്തിന് തെളിവായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് പതിച്ചതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ സമുദ്രാടിയിൽ നിന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് ഈ പരീക്ഷണം തെളിയിക്കുന്നു. സ്വന്തം സമുദ്ര അതിർത്തിക്ക് സമീപം നിന്നുകൊണ്ട് തന്നെ അമേരിക്കൻ വൻകരകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേനയ്ക്ക് ഇനി സാധ്യമാകും. ചൈനയുടെ ആണവായുധശേഷി കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ചൈനയെ തങ്ങളുടെ പ്രധാന തന്ത്രപരമായ എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ നീക്കത്തിൽ ശക്തമായ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി. ലോകരാജ്യങ്ങൾ ആണവ വ്യാപനം തടയാൻ ഒന്നിച്ച് പരിശ്രമിക്കുമ്പോൾ ചൈന അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മേഖലയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗേറ്റ് പറഞ്ഞു. അതേസമയം ഓസ്ട്രേലിയയും ജപ്പാനും പരീക്ഷണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഈ നടപടി മേഖലയുടെ സ്ഥിരതയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് അഭിപ്രായപ്പെട്ടു.